ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമുക്കറിയാം നാളെയാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ നമ്മുടെ കേരള മന്ത്രിമാരെ കുറിച്ച് നോക്കാം. ഇപ്പോഴത്തെ ഈ ക്ലാസ്സിൽ കേരള മന്ത്രിമാരും കമ്മീഷനാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ക്ലാസ്സിൽ നാളെ എക്സാമിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ഷേമ പദ്ധതികളെ കുറിച്ചും കൂടി നോക്കി പോകുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേരളത്തിലെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പ് ഏതൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ ആഭ്യന്തരം, ന്യൂനപക്ഷം, IT തുടങ്ങിയ വകുപ്പുകൾ, ഒരുപാട് വകുപ്പുകൾ ഇവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നോക്കുന്നുള്ളൂ. കാരണം ഒരുപാട് പഠിച്ചാൽ നമുക്ക് ഓർമ്മ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വേഗം എളുപ്പത്തിലുള്ളത് മാത്രം നോക്കി പോകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്? ആഭ്യന്തരം, IT വകുപ്പ്. KN ബാലഗോപാലാണ് ധനകാര്യ വകുപ്പ്. ബാലഗോപാൽ. ഓരോ കോഡ് വെച്ച് ഓർത്തിരുന്നാലും നല്ലതായിരിക്കാം. നമുക്ക് കിട്ടുന്ന കോഡ് വെച്ച് നമ്മൾ അപ്പപ്പോൾ ആലോചിച്ചിരുന്നാൽ മതി. അതുപോലെ P രാജീവ് ഏതാണ്? രാജാവിന്റെ കയ്യിലല്ലേ നിയമങ്ങൾ ഉണ്ടാവുക. അപ്പൊ രാജീവ്. നിയമം വ്യവസായം. പ്രസാദ് ഏതാണ് വരുന്നത്? P പ്രസാദ് ആണ് കേട്ടോ. P പ്രസാദാണ് കൃഷി വകുപ്പ്. പ്രസാദ്. GR അനിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. P രാജീവ് നിയമം വ്യവസായം. MB രാജേഷ് തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ്, പാർലമെന്ററി കാര്യം. P രാജേഷ് ആയതാണ് തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ്, പാർലമെന്ററി കാര്യം. ശ്രീ K കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ്. കൃഷ്ണൻകുട്ടി ആരാണ്? വൈദ്യുത വകുപ്പാണ്. KB ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ്. നമുക്കത് നന്നായിട്ട് അറിയാലേ. ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ നമ്മൾ KSRTC കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ KB ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ്. GH ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നുള്ളവ. ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നത്. ബീന ജോർജ് അല്ലാട്ടോ, സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇടയിൽ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പെട്ടെന്ന് ഈ ടോപ്പിക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സ്പീഡ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. വീണ ജോർജ് ആണ് ആര്? ആരോഗ്യം, വനിതാ ശിശു വികസനം. PM മുഹമ്മദ് റിയാസ് ഏതാണ്? പൊതുമരാമത്ത്, വിനോദസഞ്ചാരം, യുവജന ക്ഷേമം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാലേ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത്, ഈ റോഡ് കേസുകളൊക്കെ വരുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഫോട്ടോയാണ് ആദ്യം വരിക. അതുപോലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വീണ ജോർജിന്റെ വരും. KSRTC എന്ന് വരുമ്പോൾ ഗണേഷ് കുമാറിന്റെ വരും. അതുപോലെ കുറേ പേരൊക്കെ നമുക്കറിയാം. പിന്നെ അബ്ദുറഹ്മാന്റെ ഏതാണ്? V അബ്ദുറഹ്മാന്റെ സ്പോർട്സ്, വഖഫ്, ഹജ്ജ്. അപ്പൊ ഹജ്ജിനൊക്കെ പോകുന്നത് മുസ്ലിങ്ങളല്ലേ. അപ്പോൾ അത് ആരുടെയിലായിരിക്കാം? അബ്ദുറഹ്മാന്റെയിലായിരിക്കാം. പിന്നെ റോഷി അഗസ്റ്റിൻ എന്താണ്? ജലസേചനം. ജലസേചനം. V ശിവൻകുട്ടി, അത് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസമാണ്. V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസമാണ്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ ഡോക്ടർ R ബിന്ദുയുടെ പേരാണ് പറയേണ്ടത്. AK ശശീന്ദ്രൻ വനം വകുപ്പ്. അതായത് എല്ലാവർക്കും നല്ല നല്ല വകുപ്പ് കൊടുത്തപ്പോൾ ശശീന്ദ്രനെ മാത്രം വനം വകുപ്പ് കൊടുത്തിട്ട് ശശിയാക്കി, വനം കൊടുത്ത് ശശിയാക്കി എന്ന്. അതായത് ഒരു ഭൂമി ഭാഗം വെച്ചപ്പോൾ ശശീന്ദ്രന് മാത്രം വനം കൊടുത്ത് ശശിയാക്കി എന്ന് ഓർത്ത് വെച്ചാൽ മതി. K രാജൻ ലാൻഡ് റവന്യൂ. രാജാവിന്റെ കയ്യിൽ ലാൻഡ് ഉണ്ടാവും. നമ്മൾ വേറൊരു രാജീവിന്റെ പേര് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നിയമം. രാജാവിന്റെ കയ്യിലാണ് നിയമം എന്ന് പറഞ്ഞു. പക്ഷെ രാജാവും മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ. പിന്നെ VN വാസവൻ എന്താണ്? സഹകരണ വകുപ്പ്, തുറമുഖം. VN വാസവനാണ് സഹകരണ വകുപ്പ്, തുറമുഖം, ദേവസ്വം എന്നീ കാര്യങ്ങളൊക്കെ വരുന്നത് VN വാസവന്റെ കയ്യിലാണ്. സജി ചെറിയാൻ ഏതാണ്? ഫിഷറീസ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. സജി ചെറിയാനാണ് ഫിഷറീസ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. നമുക്ക് ചിലർക്ക് മീൻ കഴിച്ച് പറഞ്ഞാൽ അലർജി ഉണ്ടാവും, ചൊറിച്ചിൽ വരും. അതുപോലെ ചില സിനിമകൾ കണ്ടാൽ നമുക്ക് ചൊറിഞ്ഞു വരുന്നു എന്ന് പറയില്ലേ, അതാണ് സജി ചെറിയാൻ ഫിഷറീസ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്താണ്? രജിസ്ട്രേഷൻ മ്യൂസിയം. പുരാവസ്തു. രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പഴയ പേരാണ്, പുരാവസ്തുവായ പേരാണ് എന്ന് ഓർത്താൽ മതി. ഇത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ കേളു ഏതാണ്? അവിടെ നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കേളുവാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ
ഒന്നുകൂടെ കേട്ട് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയെ കുറിച്ച് നോക്കാം. ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. അവിടെ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? അച്യുത മേനോനായിരുന്നു. പണ്ട് കാലത്തൊക്കെ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള നിലയിൽ മേനോന്മാരുടെ കയ്യിലായിരുന്നു ധനകാര്യം എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെയാണ് നോക്കുന്നത് ധനകാര്യം, സി അച്യുത മേനോൻ. നിയമം, വൈദ്യുതി, ആഭ്യന്തരം എന്നിവ ആരുടെയിലാണ്? കൃഷ്ണയ്യരുടെയിലാണ്. നിയമം, വൈദ്യുതി, ആഭ്യന്തരം VR കൃഷ്ണയ്യരുടെ കയ്യിലായിരുന്നു. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. അതും ഒരു മേനോന്റെ കയ്യിലായിരുന്നു, പക്ഷെ ഡോക്ടർ ആയിരുന്നു. ആരോഗ്യം നമുക്ക് അസുഖം വന്ന ആരാണ് ചികിത്സിക്കുക? ഡോക്ടർ അല്ലേ. അപ്പൊ ഡോക്ടർ AR മേനോൻ. വിദ്യാഭ്യാസം, സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. അത് നമുക്കറിയാവുന്നതാണ്. വിദ്യാഭ്യാസം, സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ, എക്സൈസ് എന്നിവ ആരുടെയിലാണ്? KR ഗൗരിയമ്മയുടെയിലാണ് അല്ലെ. റവന്യൂ, എക്സൈസ് എന്നിവ KR ഗൗരിയമ്മയുടെയിലാണ്. ഭക്ഷ്യം, വനം എന്നത് KC ജോർജ്. ഭക്ഷ്യം, വനം KC ജോർജ്. പിന്നെ തൊഴിൽ, ട്രാൻസ്പോർട്ട് എന്നിവ ആരുടെയിലായിരുന്നു? TV തോമസ്. തൊഴിൽ, ട്രാൻസ്പോർട്ട് TV തോമസ്. വ്യവസായം KP ഗോപാലൻ. വ്യവസായം KP ഗോപാലൻ. പബ്ലിക് വർക്ക്സ് ആരുടെയിലായിരുന്നു? TA മജീദ്. തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്ററുടെ കയ്യിലായിരുന്നു. PK ചാത്തൻ മാസ്റ്ററുടെ കയ്യിലായിരുന്നു. അപ്പൊ നമുക്കറിയാം ഒന്നാം മന്ത്രിസഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ഒരു വനിതയാണ് ഉണ്ടായിരുന്നത്. ആരാ ഉണ്ടായിരുന്നത്? KR ഗൗരിയമ്മയായിരുന്നു. KR ഗൗരിയമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ പേരുകളും കൂടെ ഒന്ന് നോക്കാം. ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് 1957 മുതൽ 59 വരെയായിരുന്നു. അദ്ദേഹം ആകെ കുറച്ചു കാലം ഭരണം തികച്ചിട്ടില്ല. രണ്ടാമത് പട്ടത്താണുപിള്ള, 3 R ശങ്കരൻ, 4ാമത് വീണ്ടും EMS മന്ത്രിസഭ തന്നെ വന്നു. 5 C അച്യുത മേനോന്റെയാണ്. 6ാമതും C അച്യുതൻ മേനോനാണ്. 7 K കരുണാകരൻ, 8 AK ആന്റണി, 9 PK വാസുദേവൻ നായർ, 10ാമത് CH മുഹമ്മദ് കോയ, 11 EK നയനാർ, 12, 13 എന്നിവ K കരുണാകരനും, 14 EK നയനാർ തന്നെയാണ്. 15ാമത് വീണ്ടും K കരുണാകരൻ മന്ത്രിസഭയാണ്. 16 AK ആന്റണി, 17 EK നയനാർ, 18 AK ആന്റണി, 19ാമതാണ് നമ്മുടെ ഉമ്മൻചാണ്ടി, 20 VS അച്യുതാനന്ദൻ. അപ്പൊ 20ാമത്തെ VS അച്യുതാനന്ദന്റെ മരണം ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 20ാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് ആര് വന്നത്? VS അച്യുതാനന്ദൻ വന്നത്. 21ാമത് ഉമ്മൻചാണ്ടി ആയിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയായിരുന്നു. 22ാമത് 23ാമത് നമ്മുടെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനായിരുന്നു. കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, നമ്മുടെ പിണറായി വിജയനായിരുന്നു. പിന്നെ അതിൽ മുൻപാരായിരുന്നു? ഉമ്മൻചാണ്ടിയായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിൽ മുമ്പ് VS അച്യുതാനന്ദൻ, EK നയനാർ, K കരുണാകരൻ, ആദ്യം C അച്യുതമേനോൻ എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത്. ഓക്കെ, കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിമാർ. അപ്പോൾ അതുപോലെ നമ്മുടെ കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാരാണ്? PT ചാക്കോയാണ്. നമ്മുടെ കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോയാണ്. ഓക്കെ, ഇനി നമുക്ക് വേഗത്തിൽ നമ്മുടെ കേരളത്തിലെ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം. അതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് നമുക്കറിയാം അല്ലെ. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-നാണ്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കേരളത്തെയാണ് പറയുന്നത്. അപ്പൊ അവരുടെ രാജിയും നിയമനമൊക്കെ ആർക്കായിരിക്കാം? ഗവർണർക്കേക്കാം. പക്ഷെ ഇവര് നീക്കം ചെയ്യുക എന്ന് വരുമ്പോൾ ആരായിരിക്കുക? രാഷ്ട്രപതിയായിരിക്കുക. അതുപോലെ ഇവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഗവർണർക്കായിരിക്കും. അതുപോലെ കേരള സംസ്ഥാന PSC കമ്മീഷൻ നിലവിൽ വന്ന 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് PSC നിലവിൽ വന്ന കേരള PSC വന്നത്. അതിന്റെ ആർട്ടിക്കിൾ 315 പ്രകാരമാണ് കേരള PSC നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 315 പ്രകാരമായിരുന്നു
അവരുടെയും നിയമനം എന്ന് പറയുന്ന നിയമനം നീക്കം ചെയ്യൽ ഗവർണറാണ്. നിയമനവും രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ്. ഓക്കെ. അതുപോലെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എപ്പോഴാണ് വന്നത്? 1994 ഏപ്രിൽ 23-നാണ്. അതും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം? ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള PSC, കേരള ധനകാര്യ കമ്മീഷൻ, ഈ മൂന്നും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എപ്പോഴാണ് വന്നത്? 1994 ഏപ്രിൽ 23-നാണ്. ആദ്യം വന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3-ന്. അടുത്ത വർഷം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വന്നു 1994 ഏപ്രിൽ 23-ന്. ഓക്കെ. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്താണ്? അത് നമുക്കറിയാലേ, 2005-ലാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത്. ഡിസംബർ 19-ന് പാലാട്ട് മോഹൻദാസ് ആയിരുന്നു ആദ്യ ചെയർമാൻ എന്നും അറിയാം. ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്, വിവരാവകാശത്തിന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത മറ്റ് കമ്മീഷണർമാരുമാണ് വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ഇവരുടെ നിയമനം നീക്കം ചെയ്യലൊക്കെ ആരാണ്? ഗവർണറാണ്. ഇനി നമുക്ക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. 1998 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് നിയമപ്രകാരമാണ്? 1993-ലെ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപ്രകാരമാണ് 1998 ഡിസംബർ 11-ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അവർ നിയമിക്കുന്നത്, രാജി സമർപ്പിക്കുന്നതൊക്കെ ഗവർണർക്കാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അത് കേരള സംസ്ഥാനത്തിൻ്റെതായതുകൊണ്ടാണ്. ആദ്യ ചെയർമാൻ ആരായിരുന്നു? MM പരിഗിരി പിള്ളയായിരുന്നു. ഇനി നമുക്ക് വനിതാ കമ്മീഷൻ. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1996 മാർച്ച് 14-നാണ്. 1996 മാർച്ച് 16-നാണ്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഈ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവയൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമപരമായ സ്ഥാപനങ്ങളാണ്. ഓക്കെ. അതില് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ് പറഞ്ഞാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷന്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എത്രയാണ്? 5 വർഷമാണ്. ഈ വനിതാ കമ്മീഷനെ നിയമിക്കുന്നതൊക്കെ സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ നിയമിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുഗതകുമാരി, ഇപ്പോഴത്തേത് സതീദേവിയാണ്, മറക്കരുത് കേട്ടോ. അപ്പൊ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? 2007-ലാണ്. ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവരുടെ കാലാവധി 3 വർഷമാണ്. ഇനി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. കമ്മീഷൻ വന്നത് എപ്പോഴാണ്? 2013-ലാണ്. 2013 ജൂൺ 13-നാണ്. ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവരുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനോ 1993 മാർച്ച് 10-നാണ്. കാലാവധി 3 വർഷമാണ്. അപ്പൊ കേരള പട്ടികജാതി, കേരള ന്യൂനപക്ഷം, സംസ്ഥാന പിന്നോക്ക വിഭാഗം എന്നിവയുടെയൊക്കെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. അപ്പൊ കേരള പട്ടികജാതി പട്ടികവർഗം വന്നത് 2007-ലും, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വന്നത് 2013-നും, കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ വന്നത് 1993-ലാണ്. ഈ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വന്നപ്പോഴാണ്? 2013 ജൂൺ 3-നാണ്. 2013 ജൂൺ 3-നാണ് അത് വന്നത്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് എന്താ പറയാ, ഓരോ കമ്മീഷനുകളും അവരുടെ കമ്മീഷണർമാര്, അങ്ങനെ ഗവർണർ, അവരുടെയൊക്കെ പേരുകൾ പഠിച്ചു പോകാം. ഓക്കെ. കേരളത്തിലെ നിലവിലെ ഗവർണർ ആരാണ്? നമ്മളെല്ലാവരും പെട്ടെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കണ്ടു പറഞ്ഞാൽ അത് എഴുതാൻ സാധ്യത കൂടുതലാണ്. 23-ാമത്തെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ്. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശം സുബ്രഹ്മണ്യനാണ്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ അല്ലേ നോക്കുന്നത്, അപ്പൊ നമുക്ക് കേരളത്തിന്റെ മാത്രം നോക്കിയിട്ട് പോവാം അല്ലെ, അല്ലെങ്കിൽ ദേശീയം കൂടി പറഞ്ഞു പോകാം, കാരണം അതും GK ഫാക്ടർ ആണല്ലോ. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്
അലക്സാണ്ടർ തോമസുമാണ്. അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ആണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരായിരുന്നു? പി സതീദേവി. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പി സതീദേവിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ബി ആർ ഗവായ്. ബി ആർ ഗവായ് 52ാമത്തെയാണ്. ബി ആർ 52 എന്ന് ഓർത്ത് വയ്ക്കണം. 51 സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത്. മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബി ആർ ഗവായ് ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജന്ദാർ. നിതിൻ ജന്ദാർ. റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് ഗവർണർ 76ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹരി നായരോ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ഗ്യാനേഷ് കുമാർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഗ്യാനേഷ് കുമാർ ആണ്. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് കേരളത്തിന്റെ രത്തൻ യു ഗേൽക്കർ ആണ്. UPSC ചെയർമാൻ അജയ് കുമാർ. കേരള PSC ചെയർമാൻ MR ബൈജു. ഇതൊക്കെ നമ്മൾ ഒരിക്കൽ നമ്മുടെ ഈ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. UGC ചെയർമാൻ എന്ന് പറയുന്നത് വിനീത് ജോഷിയും. നീതി ആയോഗിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബറി. CEO BVR സുബ്രഹ്മണ്യം. BVR അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് വന്നത് CEO എന്ന 3 അക്ഷരം വരുമ്പോൾ ഏതാ വരിക? BVR എന്ന ഇംഗ്ലീഷ് മോഡിലുള്ള 3 അക്ഷരം വരും. സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പൊ നമുക്ക് CEO BVR സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു. ഇനി പട്ടികജാതി കമ്മീഷൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷനാണ് കിഷോർ മക്വാന എന്ന് പറയുന്നത്. ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് അന്തർ സിംഗ് ആര്യ എന്ന് പറയുന്ന. OBC അധ്യക്ഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിർ. ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനാണ് ഇക്ബാൽ സിംഗ് ആര്യ. കേരള പിന്നോക്ക വിഭാഗ കമ്മീഷനാണ് ജസ്റ്റിസ് G ശശിധരൻ. കേരള ന്യൂനപക്ഷ കമ്മീഷനാണ് AA റഷീദ് എന്ന് പറയുന്നത്. AA റഷീദ് എന്ന് പറയുന്നത്. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആരാണ്? സഞ്ജയ് മൂർത്തി. അറ്റോർണി ജനറൽ ആണ് R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. ഓക്കെ, ISRO ചെയർമാൻ ആരാണ്? വി നാരായണൻ. ISRO ചെയർമാൻ വി നാരായണൻ. DRDO ചെയർമാൻ സമീർ വി കാമത്താണ്. അറ്റോമിക് എനർജി കമ്മീഷൻ അജിത് കുമാർ മൊഹന്തിയാണ്. സെബി ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയും SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെട്ടിയുമാണ്. LIC ചെയർമാൻ വന്ന് സിദ്ധാർത്ഥ മൊഹന്തിയാണ് LIC ചെയർമാൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കരസേന, നാവികസേന, വ്യോമസേന മേധാവികളിൽ പറയാം നമുക്ക്. ഇനി കരസേന മേധാവിയാണ് ഉപേന്ദ്ര ത്രിവേദി. നാവികസേന മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. വ്യോമസേന മേധാവിയാണ് അമർപ്രീത് സിംഗ് എന്ന് പറയുന്നത്. കേരളത്തിലെ DGP ആരാണ്? A ചന്ദ്രശേഖരാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് തൃപ്തി ഗുർഹ എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് K മനോജ് കുമാർ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി. ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ ആണ്. ലോകായുക്ത N അനിൽകുമാർ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാനാണ് M ഷാജർ. ഓക്കെ, M ഷാജർ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു മിസ് ചെയ്തൊക്കെ ഇടയിൽ വീണ്ടും വരികയായിരിക്കും. ഓക്കെ, വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? P സതീദേവി. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് G ശശിധരൻ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് AA റഷീദ് എന്ന് പറയുന്നത്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് KV മനോജ് കുമാർ. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ഇതൊക്കെ കേരളത്തിലാണ് കേട്ടോ. യുവജന കമ്മീഷൻ ചെയർമാനാണ് M ഷാജർ. നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. ചീഫ് വിപ്പ് വന്നിട്ട് N ജയരാജൻ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ആരാണ്? ഡോക്ടർ നടേശ പണിക്കർ ആണ്. ഓക്കെ, നടേശ പണിക്കർ അനിൽകുമാർ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാനാണ് ശ്രീ കല എന്ന് പറയുന്നത്. ശമ്പള കമ്മീഷൻ ചെയർമാനാണ് K മോഹൻദാസ്. കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ് ചെയർമാനാണ് ജോയ് വാഴയിൽ എന്ന് പറയുന്നത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനാണ് സണ്ണി ജോസഫ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ്
ബി സുധീന്ദ്രകുമാർ, ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ എന്ന് പറയുന്നത്. അതുപോലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജന്ദാർ. നമ്മൾ പറഞ്ഞു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജന്ദാർ ആണ്. എത്രാമത്തെയാണ്? 39ാമത്തെയാണ്. ഗവർണർ, നമ്മുടെ ഗവർണർ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞു? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്റ്റേറ്റ് പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേസെ സാഹിബാണ്. ചീഫ് സെക്രട്ടറി എ ജയതിലക്. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകുറുപ്പാണ്. അപ്പൊ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രനാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാലാണ്. കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. നമ്മൾ പറഞ്ഞു ബൈജു സാപ്പിനെ ഓർത്താൽ മതി പറഞ്ഞു. ഓംബുഡ്സ്മാൻ ആരാണ്? ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണത്തിലെ PS ഗോപിനാഥനാണ്. PS ഗോപിനാഥൻ. നമ്മുടെ ലോകായുക്ത വന്നിട്ട് ജസ്റ്റിസ് N അനിൽകുമാറും ഉപലോകായുക്ത വന്നിട്ട് ജസ്റ്റിസ് വി ശിർഷി ആൻഡ് ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവരാണ്. വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനാരായണൻ. നമ്മുടെ ദേശീയ വിവരാവകാശ കമ്മീഷണർ നമ്മൾ പറഞ്ഞു ഹീരാലാൽ സമരിയയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A ഷാജഹാൻ എന്ന് പറയുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് രത്തൻ യു ഗേൽക്കർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ആണെന്ന് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആണ്. നമ്മൾ ഇതില് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് പ്രേംകുമാർ ആണ്. മീഡിയ അക്കാദമി ചെയർമാൻ ആരാണ്? RS ബാബു. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്ന OS ഉണ്ണികൃഷ്ണനാണ്. ലളിത കലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ എന്ന് പറയുന്നത്, കേരളത്തിലെ നിയമനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് ദേശീയ നിയമനങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി കാണുന്നവരെ ബൈ.